സാർ, ഈ PP കിറ്റ് വിവാദം, കെ ശൈലജ എന്ന ഇമേജുള്ള നേതാവിനെ ഇപ്പോൾ ഈ സമ്മേളന കാലത്ത് CPM-നകത്ത് അവരെ ഒന്ന് പാർട്ടിക്കകത്ത് തന്നെ ഒരു കോർണറിങ് ഉണ്ടോ ഈ സമ്മേളന കാലത്ത്? അങ്ങനെ എന്താ സാറിന് തോന്നുന്നത്? ശൈലജയെ മാർക്ക് ചെയ്ത് അല്ല, ഒന്നാമത്തെ ഒരു വനിതാ മുഖ്യമന്ത്രി വേണം, അത് കെ ശൈലജ ആയിരിക്കണം എന്നുള്ള പ്രചാരണങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ അവരെ തീർക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു. പിന്നെ CPM-നകത്തുള്ള അധികാര രാഷ്ട്രീയത്തിൽ ഏതാണ്ട് വളർന്നു വരാൻ സാധ്യതയുള്ള എല്ലാ നേതാക്കന്മാരെയും 2 തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞൊരു നിബന്ധന വെച്ച് വെട്ടി. പക്ഷെ അപ്പോൾ പോലും കെ ശൈലജ മത്സരിക്കുകയും 60,000-ഓളം ഏതാണ്ട് മട്ടന്നൂർ മേടിക്കുകയൊക്കെ ചെയ്തപ്പോൾ തന്നെ CPM-ന് വലിയ പ്രശ്നമുണ്ടായിരുന്നു. അത് പിണറായി പക്ഷത്തിനാണ് പിണറായി പക്ഷത്തിന് പ്രശ്നമുണ്ടായിരുന്നു. CPM എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി ഇപ്പം താങ്കളാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പിണറായിയാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് പിന്നെ അതിലൊരു വേറെ ഇപ്പോൾ നമ്മളൊരു ഇനി വേറൊരു ഇതൊന്നും അന്വേഷിച്ച് പോകണ്ട. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് കെ ശൈലജയെ ഇവിടെ നിർത്തി തോൽപ്പിച്ചത്, ഷാഫി പറമ്പിലിനെ നിർത്തി തോൽപ്പിച്ചത്. കാഫിർ പ്രയോഗവും അതുപോലെ തന്നെ ആ സ്ക്രീൻഷോട്ടും പിന്നെ മറ്റു പല വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ, ഇവരുടെ ചില മോർഫ് ചെയ്ത ചിത്രങ്ങൾ എന്നുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ കെ ശൈലജയെ കൊണ്ട് പാർട്ടി തന്നെ നുണ പറയിപ്പിച്ചേക്കാണ്. പിന്നെ രണ്ടാമത് താങ്കൾ ചോദിച്ച PP കിറ്റ് വിവാദം, ആ വിവാദം ശരിക്കും അത് വിവാദമല്ല കേട്ടോ, വലിയ കൊള്ളയാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. പക്ഷേ PP കിറ്റിൽ ഇപ്പോൾ കെയ്റോഡ് പോലെയുള്ള നിരവധി കമ്പനികൾ, ഒരു 4-5 കമ്പനികൾ 25,000 PP കിറ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് 467 രൂപക്കും 550 രൂപക്കും ഒക്കെ തരാമെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടും ആ സമയത്ത് ശരിക്കും ഒരു 10,000 മാത്രമേ ഇവരുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്തുള്ളൂ. മനസ്സിലായി? പക്ഷെ ആ 10,000 ഡിമാൻഡ് ചെയ്തിട്ട് അതേസമയം തന്നെ തൊട്ടപ്പുറത്തെ വേറൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് സാൻഫാർമയിൽ നിന്ന് 5,550 രൂപക്ക് ഇത് മേടിക്കുകയായിരുന്നു. ഓക്കെ, അത് മറ്റേ രാജൻ ഗൊബ്രഗഡെ പോലെയുള്ള ചില ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളൊക്കെ ഇപ്പോൾ പ്രതിയായിട്ട് ലോകായുക്തയിൽ കേസ് വന്നിട്ടുണ്ട്. വീണ നായരായിട്ട് കേസ് കൊടുത്തേക്കണം, ആ മറ്റേ കോൺഗ്രസിന്റെ. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് പല കേസ് കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതിൽ 1-ാം പ്രതി ശ്രീമതി ടീച്ചറാണ്. ശ്രീമതി ടീച്ചർ ഇതുവഴി ഏതെങ്കിലും വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കി എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡിൻ്റെ സമയത്ത് പോലും ഇത്തരത്തിൽ വലിയ കൊള്ള നടത്താനായിട്ട് ഈ പറയുന്ന ശ്രീമതി ടീച്ചർ അവിടെ ഇരിക്കുമ്പോൾ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ ശ്രീമതി ടീച്ചർക്ക് പങ്കൊന്നും ഉണ്ടാവില്ല, പകരം ക്യാബിനറ്റ് തീരുമാനങ്ങളോടുകൂടിയായിരിക്കും ഇത് നടത്തുന്നുണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജൻ ഗൊബ്രഗഡെ അടക്കമുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ ആ സമയത്ത് പിണറായിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് പോട്ടെ, ഞാൻ പറയണത് ഇപ്പോൾ CAG റിപ്പോർട്ട് പ്രകാരം വന്നേക്കണത് ആകെ 25 കോടി രൂപയുടെ ഒരു പർച്ചേസ് നടന്നതിൽ 10.23 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ടോട്ടൽ 25 കോടിയുള്ളു, അതിൽ തന്നെ 10.23 കോടി രൂപയുടെ അധിക ബാധ്യതയാണ്. ഏത്? ഈ PP കിറ്റ് മേടിച്ചതിൽ. അതായത് 500 രൂപ കിട്ടുന്ന സാധനം 1,550 രൂപക്ക് മേടിച്ചു. അതിൽ 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, അസാധാരണമായ ഒരു സാഹചര്യത്തിൽ അസാധാരണമായ പ്രൈസ് കൊടുത്ത് ചിലപ്പോൾ മേടിക്കേണ്ടി വരും. ശരിയാണല്ലോ. ഇപ്പോൾ നമ്മൾ രാത്രി 12 മണിക്ക് നമ്മുടെ വീട്ടിലൊരു അസുഖം ഉണ്ടായാൽ ചിലപ്പോൾ 5,000 രൂപ ടാക്സി കൊടുക്കണമെന്ന് നമ്മൾ കൊടുക്കും, ചിലപ്പോൾ 1000 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയുമല്ല. കാരണം ഈ PP കിറ്റ് സപ്ലൈ ചെയ്തേക്കണത് എമർജൻസിയോടുകൂടി വേണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല അതിന്റെ ഉത്തരവിൽ. അത് 16 ദിവസം കഴിഞ്ഞ് സപ്ലൈ ചെയ്തേക്കണം. അപ്പൊ എമർജൻസി അല്ല ഒന്ന്. രണ്ടാമത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കയ്യിൽ കൈവശമുണ്ട്, ഞങ്ങൾ ഇപ്പൊ തന്നെ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്ന ആളുകളോട് പോലും ഒരു മേടിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത് അത്ര എമർജൻസി അല്ല. പിന്നെ നമ്മൾ ഇതൊരു സുപ്പീരിയർ ക്വാളിറ്റി ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യണത്. അത് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. അതിന് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നമ്മുടെ മാധ്യമങ്ങളടക്കം എല്ലാവരും കൃത്യമായി പണിയെടുക്കാത്തതിൻ്റെ കുഴപ്പം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമുണ്ട്. അത് കേരളം ചർച്ച ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ താങ്കളോട് പറയണേ, ആ ചർച്ച ചെയ്യാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ആ സമയത്തൊക്കെ തന്നെ 50,000-ത്തിലധികം ബാച്ചുകൾ മരുന്നുകൾ വന്നിരുന്നു. ആ മരുന്നുകളിൽ 8,000-ത്തോളം ബാച്ചുകളുടെ ഗുണനിലവാരം മാത്രമേ പരിശോധിക്കപ്പെട്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കാതെ ഏതാണ്ട് 42,000 വരുന്ന ബാച്ചുകളുടെ മരുന്നുകൾ നമ്മുടെ ജനങ്ങൾക്ക് ആ സമയത്ത് കൊടുത്തു. ഏത്? ശ്രീമതി ടീച്ചറൊക്കെ കോവിഡിനെ നേരിടുന്നതിൽ പുകൾപറ്റ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആലോചിക്കണം. മനസ്സിലായേ? രമൺ മക്സാസ് അവാർഡിന് ശുപാർശ കിട്ടിയിട്ടുള്ള സമയത്താണ്, BBC റെഫർ ചെയ്യുന്ന സമയത്താണ്. അപ്പൊ അത് നടത്തി. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം,
കാലാവധി കഴിഞ്ഞ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് രേഖകൾ വിളിച്ചു വരുത്താൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ അന്വേഷണം നടത്താൻ ഏജൻസിയോ SP സർക്കിൾ ഇൻസ്പെക്ടറോ മറ്റേ പോലീസ് കോൺസ്റ്റബിളോ ഒന്നുമില്ല. ആ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ രേഖകൾ വിളിച്ചു വരുത്തിയതിൽ നിന്ന് മാത്രം അവർ മനസ്സിലാക്കി CAG റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? 26 ഹോസ്പിറ്റലുകൾക്ക്, നമ്മളിവിടെ 4000-ഓളം ഹോസ്പിറ്റലുകളുണ്ട്, അതിൽ 26 ഹോസ്പിറ്റലുകളിലേക്ക് ഈ ഡേറ്റ് കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ കൊടുത്തു. കേരള മറ്റേ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന KMCSL എന്ന് പറയുന്ന കമ്പനി ഇതുപോലെ മരുന്നുകൾ കൊടുത്തു. ആ മരുന്നുകൾ കൊടുത്തപ്പോൾ അവരടിയിൽ എഴുതി വെച്ചേക്കുന്ന അടുത്തൊരു വാചകമുണ്ട്: മരുന്നുകളുടെ കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ രാസഘടനയിൽ മാറ്റം സംഭവിച്ചേക്കാം. അങ്ങനെ മാറ്റം സംഭവിച്ചാൽ അത് ആളുകളുടെ ജീവന് പോലും അപകടമുണ്ടായേക്കാം. CAG റിപ്പോർട്ടാണ്. അപ്പോൾ ഈ കോവിഡിന് ശേഷം നമ്മുടെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല. മാധ്യമങ്ങൾ PPE കിറ്റ്, ഓക്കെ, ഞാൻ പറയണത് ഇപ്പം എൻ്റെയോ അയ്യപ്പദാസിൻ്റെയോ പണം ടാക്സിയിൽ നിന്ന് എടുത്ത് 1.5 കോടി രൂപ അടിച്ചു മാറ്റി, കുഴപ്പമില്ല. അതിനേക്കാൾ എത്രയോ ഗുരുതരാണ് നമ്മൾ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് തരുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ജീവൻ പോകുന്ന കാര്യമാണ്. ഇനി വേറൊരു കാര്യം, ഇനി അടുത്തൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇത്ര പറയുന്നുള്ളൂ, റിപ്പോർട്ട് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് ഡീറ്റെയിലിലേക്ക് പോകുന്നില്ല. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CAG റിപ്പോർട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് ഒരു ഇൻറ്റൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാനിപ്പോൾ കൃത്യം കണക്കാലോചിക്കുന്നില്ല, 11,000-ലധികം വരുന്ന മരുന്നുകൾ വേണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലുകൾ ഇൻറ്റൻറ്റ് കൊടുത്തു. അതായത് ആവശ്യപ്പെട്ട് എന്ത് ചെയ്യാണ്, സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. 800-ഓളം സാധനങ്ങൾ മാത്രമേ ഈ പറയുന്ന ഓർഡർ ചെയ്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇൻറ്റൻറ്റ് കൊടുത്ത് ആവശ്യപ്പെട്ട മരുന്നുകളുടെ 11.33% മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. കണക്കുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ പെർസെൻറ്റേജ് കറക്റ്റാണ്. അതായത് ഇൻറ്റൻറ്റ് ഹോസ്പിറ്റലുകൾ കൊടുത്തതിൻ്റെ കേവലം 11.33% മാത്രമേ കൊടുത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 89.7% മരുന്നുകളും ആവശ്യമുള്ളതിന് ഓർഡർ പോലും കൊടുത്തില്ല, മരുന്ന് മേടിച്ചില്ല. അതെ, ഏത് സമയത്താണ്? ഈ സമയത്ത്, കോവിഡ് സമയത്ത് തന്നെ, 2017, 2022, 2021 കാലഘട്ടത്തിലാണ്. CAG കണ്ടെത്തലാണ്. അപ്പോൾ എത്ര ഗംഭീരമായിട്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് നടന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ ഒരു ഗുണമുണ്ട്. നാളെ ഞാനിപ്പോൾ ഈ ചാനലിൽ നിന്ന് പറയുകയാണ്, അയ്യപ്പദാസ് നാളെ ഒരു 25, 50, 1 കോടി രൂപയായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ അയ്യപ്പദാസിന് ഞാൻ വേണമെങ്കിൽ ഒരു മഹാനായ മനുഷ്യനാക്കി മാറ്റിത്തരാം, മഹത്വൽക്കരിച്ച് തരും. ഒരു PR വർക്കുകളും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ സംഭവം ചെയ്തു തരും. പിന്നെ കുറച്ച് അയ്യപ്പദാസിൻ്റെ കയ്യിലുണ്ടാകണം. ബാക്കി എക്സ്പോഷർ അല്ല, അയ്യപ്പദാസിന്റെ രീതിക്കനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അയ്യപ്പദാസിനെ ഇരട്ടച്ചങ്കൽ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും മനസ്സിലായി. അയ്യപ്പദാസിനെ അവതരിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എത്ര മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കണം. മനസ്സിലായ? അതേസമയം പിണറായി അവതരിപ്പിക്കുമ്പോൾ ഉദയസൂര്യനാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കണം. മറ്റേ ചെങ്കുടിയുടെ കാവലാണെന്ന് പറയണം. അതേസമയം ഉമ്മൻചാണ്ടി ആകുമ്പോഴത്തേക്കും കണ്ട ജനങ്ങളോടൊപ്പം കാറിൽ ഇരിക്കാൻ സീറ്റ് കൊടുക്കാത്ത ഒരാളാണെന്ന് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്ത ഏതും ഇവിടെ പോകും. അതെ, ഏത് ഇമേജ് ബിൽഡിങ്ങും ഇവിടെ സാധിക്കും. ദാവൂദ് ഇബ്രാഹിമിനെ ആളുകൾക്ക് ഇഷ്ടമാണ്. അതെ, എന്തുകൊണ്ടാണ്? ദാവൂദ് ഇബ്രാഹിം വളരെ പാവപ്പെട്ട സാധാരണ ഒരു മനുഷ്യനായതുകൊണ്ടല്ല. മനസ്സിലായി? നമുക്കൊരു ആരാധന തോന്നും. അതേസമയം തന്നെ നമുക്ക് എന്ത് തോന്നും? TP ബാലഗോപാലൻ ML മോഹൻലാലിനോട് ഒരു ഇഷ്ടം തോന്നും. അപ്പം നിങ്ങൾ നാളെ 1 കോടി രൂപയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ മറ്റേ എന്ത് ചെയ്യൂ, മറ്റേ 6 പാക്കുള്ള മറ്റേ ഒരു മനുഷ്യനാക്കി മാറ്റുമെന്ന് പറയരുത്. പകരം പക്ഷെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ ഇവിടെ നടക്കും. ഏതായാലും സർ, PR വർക്കിന്റെ അല്ലേ, അതാണ് കറക്റ്റ്. ഇപ്പോൾ രണ്ടാമതൊരു ഭരണം കൂടി PR വർക്കിലൂടെ വന്നു. ഞാനിതിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞത് നമ്മൾ കൂടി ഇപ്പോൾ തെഹൽക്കയുടെയൊക്കെ ഒരു നാരദ ന്യൂസിൻ്റെയൊക്കെ ഒരു ഓപ്പറേഷൻ നടത്തിയപ്പോൾ മമതാ ബാനർജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന 14ഓളം വരുന്ന മന്ത്രിമാരോട് രാജിവെച്ചു ബംഗാളിൽ. അപ്പോൾ അതിലൊരു മന്ത്രി എന്ന് പറയുന്നത്, ആ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് കൈകാര്യം ചെയ്തത്. ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് വളരെ ക്ലീൻ ഇമേജുള്ള, വളരെ നന്മയുള്ള നല്ല മനുഷ്യയായിട്ടാണ് ഇമേജ് ബിൽഡ് ചെയ്തിരുന്നത്. അദ്ദേഹം കൈനീട്ടി കൈക്കൂലി വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോ ആണ് പുറത്തേക്ക് വിട്ടത്. അപ്പം ഒരു വളരെ നിങ്ങൾ സൂക്ഷിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഇമേജ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? എനിക്ക് 50 എക്സാമ്പിൾ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ബിൽഡ് ചെയ്യാവുന്ന ഒരു ഇമേജുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ ശ്രമിക്കണം, ഇത് കേൾക്കുന്നവർ ജനങ്ങൾ വിചാരിക്കുന്നത് മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുന്നു, അപ്പോൾ മോഹൻലാൽ എല്ലാ തിന്മകളെയും എതിർക്കുന്ന ആളായിരിക്കും എന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടക്കോട്ട് നമ്മൾ എന്ത് ചെയ്യാം? സുഖമായിട്ട് ഇമേജ് ബിൽഡിംഗ് നടത്താം.
മോഹൻലാൽ ഇന്നേ വരെ ഒരു തിന്മയെ പോലും എതിർത്തിട്ടില്ല. ഉണ്ടാ സത്യത്തിലുണ്ടാ? പാവം അങ്ങനെ ഒതുങ്ങി അങ്ങ് പോകുന്ന ഒരാളാ. എന്ത് അയാള് ശരിക്കും അപ്പുറത്തെ ഒരാളെ തല്ലണ കണ്ടാ പോലും എന്താ കുട്ടാ തല്ലുകൂടുന്നേ എന്ന് ചോദിച്ചേ പോവും. അല്ലാതെ ഇപ്പൊ നമ്മൾ പോലും ചിലപ്പോൾ രോഷം കൊള്ളും, നിങ്ങൾ കാണിക്കുന്ന തെറ്റല്ലേ എന്ന് തോന്നി. അതുപോലും ചെയ്യാത്ത ഒരാളാണ്. മനസ്സിലായോ? അപ്പൊ അത് ഓരോരുത്തരുടെയും ഇമേജ് ബിൽഡിംഗ് ആണ്. ആ ഇമേജിൽ ചില ആളുകൾ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകും. ആ ഇമേജ് ബിൽഡിംഗ് ആണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യം ഇല്ല. അപ്പോൾ ഇടത് വന്നാൽ എല്ലാം ശരിയാകും എന്ന് പറയുന്നത് പോലെയുള്ളൊരു PR വർക്ക്. പാവം ടീച്ചറുടെ വകുപ്പിൽ സാർ ഇതിനകത്ത് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. അതായത് ടീച്ചർ ഈ സംഗതികളൊക്കെ ചെയ്ത് ഒരു പേരുണ്ടാക്കി വരുമ്പോൾ ഇനി നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഡെയിലിയുള്ള പത്രസമ്മേളനം നടത്തിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് സാർ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ടീച്ചർക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ല, നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കണം. ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥനായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ 100% ശരിയായിട്ടും എല്ലാ തിന്മകളെയൊന്നും എതിർത്തുകൊണ്ടും ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മൾ പല അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ തയ്യാറാകേണ്ടി വരും. അവിടെ മിണ്ടാതിരുന്നോളൂ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കേണ്ടി വരും. അല്ല, അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരാളുടെ ജീവൻ ഇപ്പൊ പോയിരിക്കുന്നത്. നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണം തന്നെ അതിന് ഉദാഹരണം. അല്ല, അത് മിണ്ടാതിരുന്നു പാവം. അയാൾ ആരോടും പറഞ്ഞില്ല, പക്ഷെ അയാൾ ആരോടും മിണ്ടിയേക്കും എന്ന് തോന്നി. അതെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകും എന്ന് സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലത്ത്. സാർ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് സാർ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. സാർ, ഈ CAG റിപ്പോർട്ട് ഇപ്പോൾ ഈ അവസരത്തിൽ, ഞാൻ അതാണ് തുടക്കത്തിൽ ചോദിച്ചത്, അതായത് ശൈലജ ടീച്ചർക്കെതിരെ ഈ പൊങ്ങി വന്നിരിക്കുന്ന ടീച്ചറുടെ ഇമേജിനെ കെടുത്താൻ വേണ്ടി ഈ അവസരത്തിൽ പൊങ്ങി വന്നിരിക്കുന്നത് ഈ സമ്മേളന കാലത്ത് ആകുമ്പോൾ CPM-നകത്ത് തന്നെ ഒരു നല്ല പടയൊരുക്കം ടീച്ചർക്കെതിരെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടില്ല. കാര്യം മനുഷ്യമുഖമുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ, ഇപ്പോൾ സുരേഷ് കുറുപ്പ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ സുധാകരൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളെയൊക്കെ ഒതുക്കുന്ന, ജനങ്ങളുമായി സമ്പർക്കത്തിലുള്ള നേതാക്കളെ ഒതുക്കുന്നതിൻ്റെ പട്ടികയിൽ ടീച്ചറുമുണ്ട് എന്നുള്ളത്. ടീച്ചർക്കെതിരെയുള്ള പടയൊരുക്കം തുടങ്ങിയത് ഇന്നും ഇന്നലെ മുതലല്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ടീച്ചറെ വെട്ടണം, അതിനുവേണ്ടി കൂടിയാണ് ഇതല്ല. അതുകൊണ്ട് കൂടിയാണ് ടീച്ചറെ മാക്സിമം ആളുകൾ പുലഭ്യം പറഞ്ഞോട്ടെ എന്ന് വെച്ച് ഇതൊക്കെ പുറത്തേക്ക് ഇടുന്നതും ഇതിന്റെ ചർച്ചയാക്കുന്നതൊക്കെ CPM തന്നെയാണ്. ഇതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. താങ്കൾ CPM-ന്റെ വലിയ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ കേരളം മൊത്തം നടന്നത്. ആ നടക്കുന്ന പരിപാടിയുടെ സംഘാടകനായിരുന്നത് ഈ ശൈലജ ടീച്ചറുടെ ഹസ്ബൻഡാണ്. ആ ഹസ്ബൻഡ് അവിടെ ചെന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി ഒന്നൊന്ന് പിണറായി വിജയൻ്റെ അടുത്ത് ചോദിച്ചു. ആ ചോദിച്ചു പോയപ്പോൾ ഈ പറയുന്ന പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഉടനെ തന്നെ പിണറായി അന്ന് എല്ലാവരും കേൾക്കെ തന്നെ അദ്ദേഹത്തെ അപഹസിച്ചു. ഇവിടുത്തെ പരിപാടി ഭയങ്കര ആൾക്കൂട്ടമുണ്ടായി ഗംഭീരമാണെന്ന് ഇയാൾ വിചാരിക്കുന്നത്. കാരണം മറ്റുള്ള പരിപാടികളെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അപഹസിച്ചു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ മുതൽ തന്നെ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് വലിയ ഭീഷണിയായി, ഒരു പൊതുവികാരമായി KK ശൈലജ മാറിയാലും ജനകീയ മുഖങ്ങളെ. അതുകൊണ്ട് താൽക്കാലികമായി ഇപ്പം സുധാകരനോട് ബ്രാഞ്ചിൽ പ്രവർത്തിക്കാൻ പറഞ്ഞു. ശൈലജ ടീച്ചറോട് ഇനി ബ്രാഞ്ചിലല്ല മിക്കവാറും എന്ത് ചെയ്യും. പിന്നെ ഞാൻ തുറന്നു തന്നെ പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരു കാര്യം, ശൈലജ ടീച്ചർ മിക്കവാറും ഇത്തവണത്തോടുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒഴിവാക്കുകയും രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സജീവമല്ലാതെ വളരെ സന്തോഷകരമായൊരു വിശ്രമ ജീവിതം നയിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.